ഹലോ ഫ്രണ്ട്സ്, ഇന്നാണ് ഡേ 2 ഓഫ് 30 ഡേയ്സ് സോഫ്റ്റ് ചാലഞ്ച്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഞാൻ ചിയ സീഡ്സ് ചെറിയ സ്വീറ്റ്നെസ്സിലൊക്കെയാണ് കഴിക്കുക, ഹണിയൊക്കെ ചേർത്ത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്രാവശ്യത്തെ ഈ ഒരു 30 ദിവസം മാക്സിമം ഷുഗറി സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുവാണ്. അത്രയും ക്രേവിങ് വരുവാണെങ്കിൽ മാത്രം ഉപയോഗിക്കാമെന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് യോഗേർട്ടും ചേർക്കുന്നുണ്ട്. ഇനി ചില സമയത്ത് ഞാൻ യോഗേർട്ടിന് പകരം ഞാൻ കുറച്ച് പാലായിരിക്കും ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ പാൽ ചേർക്കുന്ന സമയത്ത് കുറച്ച് മധുരമുള്ള ഫ്രൂട്ട് ഏതെങ്കിലും, കുറച്ച് മാംഗോ, പോമോഗ്രാനറ്റ് അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനത്തെ സംഭവങ്ങളും കൂടി ചേർത്ത്. അപ്പോൾ ഹണിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ ഇതിലോട്ടൊരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട്, അത് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഒട്ടും മധുരം ഇല്ലാണ്ട് കഴിക്കണേലും ഭേദമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കഴിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ പ്രോട്ടീനായിട്ട് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗിലോട്ട് നിറയെ മല്ലിയിലയും കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ എണീറ്റ് ഉടനെയാണ് കോഫി കുടിക്കാറുള്ളത്, പക്ഷേ ഇന്നേയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുടിച്ചത്. അപ്പം എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കോഫിയാണ്, മധുരമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു 11 മണിയായപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ഒരു പഴത്തിൻ്റെ പകുതിയും ഒരു 5 ആൽമണ്ട്സും കൂടെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുറച്ച് സിമ്പിളായിരുന്നു. കുറച്ച് ചോറും യോഗേർട്ടും ചെറുപയർ കറിയും സാലഡും. ഇന്നലത്തെ സെയിം ഡിന്നർ തന്നെയാണ് ഇന്നും ഞാൻ കഴിച്ചത്. 2 ദിവസത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബേക്ക് ചെയ്ത ചിക്കനും കുറേ വെജീസൊക്കെ കൂടി ഇട്ടിട്ട് ഒരു സൂപ്പി സ്റ്റർ ഫ്രൈ ആണ്. ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ 5000 സംതിങ് സ്റ്റെപ്സ് എടുത്ത് നടന്നായിരുന്നു. പിന്നെ 2 ലിറ്റർ വെള്ളം കുടിച്ചു, 4-5 പേജ് ബുക്ക് വായിച്ചു. പിന്നെ എൻ്റെ കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തായിരുന്നു.